എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് മാർച്ച് 5-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേ ആയിരുന്നു. ഇന്നലെ രാത്രി US വാൾ സ്ട്രീറ്റും അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിൽ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് റാലി നടത്തിയിരുന്നു. ഡോ ജോൺസ്, അതുപോലെ നാസ്ഡാക്ക്, S&P, അതേപോലെ തന്നെ ദക്ഷിണ കൊറിയയുടെ കോസ്പി 12% ഇന്നലെ ഉയർന്നത്. അതിൻ്റെ എല്ലാം ചുവട് പിടിച്ച് നമ്മുടെ മാർക്കറ്റും ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നടത്തിയത്. തുടർന്ന് മാർക്കറ്റിൽ ഒരു വാളറ്റിലിറ്റി പ്രകടമായെങ്കിലും അവസാന നിമിഷത്തിൽ ഒരു റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് വേറൊന്നുമല്ല, US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധം, സംഘർഷം പരിഹരിക്കുന്നതിൻ്റെ ചില സൂചനകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് സെൻസെക്സും നിഫ്റ്റിയും ഈ ഒരു മാസത്തിനിടയിലെ തെറ്റില്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇറാൻ പറഞ്ഞത് അമേരിക്ക ഒരു തൃപ്തികരമായ ഒരു ബദൽ സംവിധാനം വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ആണവ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ് എന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞതായ റിപ്പോർട്ടുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഒരു പോസിറ്റീവ് സൂചന മാത്രമാണ് ഇന്ന് മാർക്കറ്റുകൾ ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ചെറുകിട സ്റ്റോക്കുകളാണ് ഇന്ന് ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളേക്കാൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത്. കൂടാതെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ പൂർത്തിയാകാൻ സാധ്യതയുണ്ട് എന്ന് US ഡെപ്യൂട്ടി സെക്രട്ടറി അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നേർ ടൈമിലുണ്ടായിരുന്ന ഇടിവുകളെ തുടർന്ന് മെറ്റൽ, അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി, ആട്ടോ സെക്ടറുകളിലെല്ലാം തന്നെ ഒരു ബൈയിങ് പ്രഷർ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റി. അതേസമയം ഇന്ന് IT സെക്ടർ താഴത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഇന്ന് 1.17% പോസിറ്റീവിലായിരിക്കുന്നത്. 285 പോയിന്റ് ഉയർന്നിട്ടുണ്ട്. 24,765 വരെ എത്തി ക്ലോസ് ചെയ്തു. ഒരു സമയത്ത് 24,850 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം സെൻസെക്സ് 900 പോയിന്റാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത്. 80,015 ക്ലോസ് ചെയ്തു. 80,000 മുകളിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും തെറ്റില്ലാത്ത പ്രകടനം തന്നെയാണ്. 300 പോയിന്റാണ് ഉയർന്നിരിക്കുന്നത്. 59,285 ആണ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 59,055 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളേക്കാൾ ഒരുപടി മുന്നിലാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.52%, സ്മോൾ ക്യാപ്പ് 1.58% പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഇൻഡെക്സ് 2.3% ഇന്ന് പോസിറ്റീവിലായിരിക്കുന്നത്. അതോടൊപ്പം നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്ട്രക്ഷൻ ഡ്യൂറബിൾസ് എന്നിവയും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 50 സ്റ്റോക്കുകളിൽ ഇന്ന് 13 സ്റ്റോക്കുകൾ മാത്രമാണ് റെഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ ടെക് മഹീന്ദ്രയാണ് 1.36% താഴത്തേക്ക് കൂടുതൽ പോയിട്ടുള്ളൂ. നാം മാത്രയിൽ HCL ടെക്നോളജി, ICICI ബാങ്ക്, SBI, TCS തുടങ്ങി 13 സ്റ്റോക്കുകൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി പോർട്സാണ് ഇന്ന് 3.74% നേട്ടത്തോടെ മുന്നിലുള്ളത്. തുടർന്ന് ലാസൻ ടാബോ, ഇൻഡാൽകോ, NTPC, റിലയൻസ് ഇൻഡസ്ട്രി തുടങ്ങി 3.3 മുതൽ 3.72% വരെ പോസിറ്റീവിലാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 3 ദിവസത്തെ കണ്ടിന്യൂ നെഗറ്റീവ് ക്ലോസിങ്ങിൽ നിന്നാണ് ഇന്ന് പോസിറ്റീവിലേക്ക് എത്തിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ നേർ ടൈമിൽ, അതായത് ഈ അടുത്ത കാലത്ത് സംഭവിച്ച മുഴുവൻ നഷ്ടങ്ങളുടെയും 24% ഇന്ന് റിക്കവർ ചെയ്തിരിക്കുന്നത്. 24,700 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം 24,800 അടുത്ത് എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിലും മാർക്കറ്റ് ഇതുവരെ പൂർണ്ണമായും പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 25,200 ലെവലിന് താഴെ നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം നിലവിൽ ഇന്ന് നടത്തിയ മൊമെന്റം ഒരു റിവേഴ്സൽ നടത്താൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 24,600 പ്ലേസ് ആയിരിക്കുന്നത്. ഈ ലെവലിന് താഴേക്ക് വരികയാണെങ്കിൽ നേരത്തെ വന്ന 24,400 ലെവലിലേക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട്
ആക്ട് ആയിട്ടുണ്ട്. മൊമെന്റം ഇൻഡിക്കേറ്ററായ RSI ഓവർസോൾഡ് ടെറിട്ടറിയിൽ നിന്ന് തിരിച്ചു കയറി നിലവിൽ 36-അടുത്താണ്. ഇത് മൊമെന്റം റിക്കവറിയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്ത്യ വിക്സ് ഇന്ന് കുത്തനെ താഴുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 16% ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. 18 താഴെയായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വാളറ്റൈലിറ്റിയിൽ കുറവ് വരുന്നത് ബുള്ളിഷ് സെന്റിമെന്റ്സിന് ഒരു സപ്പോർട്ടായിട്ട് മാറും. കഴിഞ്ഞ ദിവസം നമ്മൾ നിഫ്റ്റിയിൽ 24,600 മുകളിലാണ് പറഞ്ഞത്. ഇന്ന് ഓപ്പൺ ചെയ്തത് 24,600 തന്നെയാണ്, 616 പക്ഷെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ട്രേഡിംഗ് എൻട്രിക്ക് ഉള്ള സാധ്യതയല്ല. കാരണം നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിലൂടെ തന്നെയാണ് ആ ഒരു ലെവൽ, ആ ഒരു മാർക്കിലൂടെയാണ് ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ രൂപത്തിൽ സൈഡ് വേ അല്ലെങ്കിൽ ഒരു വോളറ്റൈലിറ്റി മാർക്കറ്റായിരുന്നു ഇന്ന് ഫസ്റ്റ് സെഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് മുഴുവൻ. അതിനുശേഷം ഇവിടെയാണ് ക്രോസിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത്യാവശ്യം 200 പോയിന്റിന് മുകളിൽ പ്രോഫിറ്റ് നിഫ്റ്റിയിൽ എടുക്കാമായിരുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് കാര്യമായിട്ട് എൻട്രി ലഭിച്ചിട്ടില്ല. നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവല് ഇന്ന് ബ്രേക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, എൻട്രി ലഭിച്ചിട്ടില്ല. നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഹൈ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. 59,270 മുകളിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അതേസമയം സപ്പോർട്ട് ലെവല് 58,670 വാച്ച് ചെയ്യാം. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ നമുക്ക് നോക്കാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് നാളെ റെസിസ്റ്റൻസ് ആയിട്ട് 24,805 മുകളിൽ എൻട്രി എടുത്ത് പോകാം. സപ്പോർട്ട് നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് സപ്പോർട്ട് നമുക്ക് ഈ ഒരു 24,600 താഴേക്ക് പോവുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാം. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഈ 2 ലെവലുകൾ നാളെ വാച്ച് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റ് ബിൽഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.